അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മുത്തുനബിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദന നൽകുന്ന തിരുനബിയുടെ വഫാത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. കണ്ണ് നനയാതെ ഈ വീഡിയോ കണ്ടു തീർക്കാനാവില്ല. ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച മദീനയുടെ തെരുവുകളിൽ അസാധാരണമായ ഒരു മൗനം തളം കെട്ടി നിൽക്കുകയായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രകാശം അണയാൻ പോവുകയാണെന്ന് മദീനയുടെ മണൽത്തെരികൾ പോലും അറിഞ്ഞിരിക്കുന്ന നിമിഷം. പനിയുടെ കാഠിന്യത്താൽ തളർന്ന് പ്രിയപത്നി ആയിഷ ബീവിയുടെ ചെറിയ മുറിയിൽ ബീവിയുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനകൾക്കിടയിലും ആ മുഖത്തെ ശാന്തതയ്ക്കും തേജസ്സിനും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല. സമയം ഉച്ചയോടടുക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മരണത്തിൻ്റെ ദൂതനായ അസ്റായീൽ അലൈഹിസ്സലാം തിരുസന്നിധിയിൽ അനുവാദം ചോദിച്ച് കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് 2 തിരഞ്ഞെടുപ്പുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു. ഒന്നെങ്കിൽ ഈ ലോകത്ത് ഇനിയും ജീവിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക്, ആ പരമോന്നത സഭയിലേക്ക് മടങ്ങാം. ഒരു നിമിഷം പോലും ആലോചിച്ചു നിൽക്കാതെ ഈ ഭൗതിക ലോകത്തിൻ്റെ കെട്ടുപാടുകളോട് വിട പറയാൻ ആ പുണ്യറൂഹ് വെമ്പൽ കൊണ്ടു. അവിടുന്ന് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി വിറക്കുന്ന അധരങ്ങൾ കൊണ്ട് മന്ത്രിച്ചു, അല്ലാഹുമ്മ ഇലാ റഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എനിക്ക് ആ അത്യുന്നതമായ കൂട്ടുകാരൻ മതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വെള്ളപ്പാത്രത്തിൽ നിന്ന് കൈ നനച്ച് മുഖം തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ കൈകൾ തളർന്ന് താഴേക്ക് വീണു. എൻ്റെ നെഞ്ചോട് ചാരി വച്ചിരുന്ന ആ തിരുശരീരത്തിൻ്റെ ഭാരം കൂടിയതുപോലെ എനിക്ക് തോന്നി. ആ കണ്ണുകൾ മുകളിലേക്ക് സ്ഥിരമായി. ഭൂമിക്കതിൻ്റെ ഏറ്റവും വലിയ അലങ്കാരം നഷ്ടമായിരിക്കുന്നു. സത്യത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. വാർത്ത കാട്ടുതീ പോലെ മദീനയിൽ പടർന്നു. വിശ്വസിക്കാനാവാതെ ജനങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് ഒഴുകിയെത്തി. പലരും ബോധരഹിതരായി വീണു. കരച്ചിലിൻ്റെ ഒച്ചപ്പാടുകൾ മദീനയുടെ ആകാശത്ത് മുഴങ്ങാൻ തുടങ്ങി. പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ അതിദയനീയമായിരുന്നു. സ്നേഹാധിക്യത്താൽ സമനില തെറ്റിയ അദ്ദേഹം ഊരിയ വാളുമായി ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഗർജിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല ഞാനെടുക്കും. അവിടുന്ന് മരിച്ചിട്ടില്ല. മൂസാ നബി റബ്ബിനെ കാണാൻ പോയതുപോലെ പോയതാണ്. അവിടുന്ന് തിരിച്ചു വരും. ഉമറിൻ്റെ കണ്ണുകളിൽ തീയായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കടലിരമ്പുകയായിരുന്നു. ആർക്കും അദ്ദേഹത്തെ ശാന്തനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിയെത്തിയത്. പുറത്തെ ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം നേരെ മകൾ ആയിഷ ബീവിയുടെ മുറിയിലേക്ക് പോയി. പുതപ്പിനിടയിൽ ശാന്തമായി ഉറങ്ങുന്ന പ്രവാചകന്റെ മുഖം അദ്ദേഹം തുറന്നു. ആ തിരുമുഖത്ത് നോക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടി. നെറ്റിയിൽ അവസാനമായി അദ്ദേഹം ചുംബിച്ചു. പിന്നീട് പുറത്തു വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടത് വികാരഭരിതനായ ഉമറിനെയും കരയുന്ന ജനക്കൂട്ടത്തെയുമാണ്. ഉമറിനെ ഇരുത്തിയ ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യം അദ്ദേഹം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഓ ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അറിയുക, മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഈ വാക്കുകൾ കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു വീണു. കാലുകൾക്ക് ശരീരത്തെ താങ്ങാൻ ശേഷിയില്ലാത്തതുപോലെ അദ്ദേഹം നിലത്തിരുന്നു പോയി. മദീന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവും അടുത്ത ബന്ധുക്കളും ചേർന്ന് ആ തിരുശരീരം കണ്ണീരൊഴുക്കിക്കൊണ്ട് കുളിപ്പിക്കാൻ തുടങ്ങി. കഫൻ പുടവ അണിയിച്ചു. മസ്ജിദിലേക്ക് കൊണ്ടുപോയില്ല. പകരം അവിടുന്ന് മരിച്ച അതേ മുറിയിൽ തന്നെ കിടത്തി. അതൊരു അപൂർവ കാഴ്ചയായിരുന്നു. ജനങ്ങൾ ചെറിയ സംഘങ്ങളായി മുറിയിലേക്ക് കടന്നു വന്നു. അവിടെ ഒരു ഇമാമും മുൻനിരയിൽ നിന്നില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അവരുടെ ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമായിരുന്നു. ഓരോരുത്തരും കണ്ണീരോടെ സലാം പറഞ്ഞു. സ്വന്തമായി മയ്യത്ത് നിസ്കരിച്ചു. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പുറത്തിറങ്ങി. മാലാഖമാർ പോലും അണിനിരന്ന ആ നിമിഷങ്ങളിൽ മദീന കണ്ണീർ കടലായി മാറി. ഒടുവിൽ അവിടുന്ന് കിടന്നിടത്ത് തന്നെ ഖബറൊരുക്കി.
ആ പരിശുദ്ധ ശരീരം മണ്ണിലേക്ക് വെച്ചപ്പോൾ സുഹാബികളുടെ ഹൃദയം പിളർന്നുപോയി. എല്ലാം കഴിഞ്ഞ് മണ്ണ് മൂടി തിരിച്ചിറങ്ങിയ പ്രിയപ്പെട്ട സേവകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ചരിത്രത്തെ ഇന്നും കരയിപ്പിക്കുന്ന ചോദ്യം. യാ അനസ്, എൻ്റെ ഉപ്പയുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്കതിന്? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ, മറുപടി പറയാൻ വാക്കുകളില്ലാതെ സുഹാബികൾ തകർന്നുപോയി. പിറ്റേന്ന് സുബ്ഹിയുടെ സമയം. ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പതിവ് പോലെ മിനാരത്തിൽ കയറി. സ്ഥിരമായി പ്രവാചകൻ്റെ മുഖത്തു നോക്കിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത്. ഇത്തവണ ആ മുഖം അവിടെയില്ല. ആ മുസല്ല ഒഴിഞ്ഞു കിടക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയെങ്കിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാനെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറാൻ തുടങ്ങി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. പ്രിയപ്പെട്ട നബിയുടെ പേര് ഉച്ചരിക്കാനാവാതെ ബിലാൽ റളിയല്ലാഹു അൻഹു മിനാരത്തിന് മുകളിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ ബാങ്ക് പൂർത്തിയാക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് ബിലാൽ പിന്നീട് മദീന വിട്ടു. അതെ, മദീന അനാഥമായി. 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വിയോഗത്തിൻ്റെ വേദന ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ ഒരു തീരാ നൊമ്പരമായി, കണ്ണീർ തുള്ളികളായി ഇന്നും പെയ്തിറങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ വെച്ച് ആ മുത്തുനബിയെ കാണാനും അവിടുത്തെ കൂടെ ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.